ഇപ്പോ നമ്മള് നോക്കി കാണാവുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഈ വെനിസ്വേലയിൽ നടക്കുന്ന ഇപ്പൊ അമേരിക്കയുടെ ഇൻവേഷൻ എന്ന് പറയുന്നതൊക്കെ. അപ്പോ ഇതിനു മുന്നേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാരണം അമേരിക്ക എന്തായാലും വെനിസ്വേലയെ ആക്രമിച്ച് വെനിസ്വേലയെ കീഴ്പ്പെടുത്തുന്നതൊക്കെ. അതെന്താ വെച്ചാല് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാതിരുന്നതിന് എന്ന് പറ്റി പറഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തെ നോബൽ പ്രൈസ് കൊടുത്തത് തന്നെ വെനിസ്വേലയിലുള്ള വലതുപക്ഷത്തിന്റെ അതിപ്രധാനിയായിട്ടുള്ള ഒരാൾക്കാണ്. എന്തുകൊണ്ടാണ് അത് കൊടുത്ത് അവരെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആകുമ്പോൾ മാത്രമേ അവിടുത്തെ ജനങ്ങളെ സ്വാഭാവികമായിട്ടും ഭിന്നിപ്പിക്കാനും അവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ എതിരെ പ്രവർത്തിപ്പിക്കാനും കഴിയുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെനിസ്വേല പോലുള്ള ഒരു രാജ്യം ഇപ്പോൾ 90കളിൽ തുടങ്ങിയിട്ട് ഉള്ള ഇത്രയും വർഷത്തെ ഒരു ഭരണമാണ് അവിടെ നിലനിന്ന് പോരുന്നത്. അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളാണ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ മോശപ്പെട്ട രീതിയിലാണ് അവിടെ ഭരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ വന്നതെന്ന് നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിലും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു രാജ്യത്തിന് ഇത്ര വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വരുന്നതെന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ മുൻനിര രാജ്യങ്ങളായിട്ടുള്ള ഇപ്പൊ അമേരിക്ക, പിന്നെ ഫ്രാൻസ്, UK അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ വെനിസ്വേലയ്ക്ക് വളരെ വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അല്ലാതെ തന്നെ കച്ചവടത്തിനും ട്രേഡിനും ഒക്കെ അവിടെ ഉപരോധങ്ങളുണ്ട്. അതുകൊണ്ട് വെനിസ്വേലയ്ക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെനിസ്വേലയുടെ ആയിട്ടുള്ള തനതായിട്ടുള്ള എന്ത് സാധനങ്ങളും അവിടെ വിറ്റ് ഒരു അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ ആ രാജ്യത്തിനെ കൊണ്ട് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതുവഴിയാണ് അവിടെയുള്ള നാണയത്തിന്റെ പെരുപ്പം. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കൊക്കെ പഠിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു വലിയ ഇൻഫ്ലേഷനാണ്. അതായത് ഏകദേശം 16,000 മടങ്ങാണ് വെനിസ്വേലയിലൊക്കെ ഉള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത്രയും വലിയ തോതിലുള്ള ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ ഇൻഫ്ലേഷൻ അവിടെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള വൻ ശക്തികൾ അവിടേക്കുള്ള ട്രേഡിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുന്നതുകൊണ്ടാണ്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയുള്ള തദ്ദേശീയരായ ജനങ്ങൾ അവർ വിചാരിക്കുമ്പോൾ, ഈ ഒരു ഭരണകൂടം കാരണമാണ് തങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ വരുന്നത്, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മറിച്ചിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് വളരെ നല്ല തരത്തിലുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരും എന്ന് അവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് തോന്നും. ആ തോന്നലിനെ മുതലെടുക്കുക എന്നുള്ളതാണ് ഈ അമേരിക്ക പോലെയുള്ള ട്രംപിനെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. ട്രംപ് പറയുന്നത്, സ്വയം പ്രഖ്യാപിതമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളെയും നിർത്താൻ വേണ്ടി വന്ന മനുഷ്യനാണ് താൻ എന്നാണ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം അയാൾ എത്ര യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മീഡിയ എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ട്രംപ് വെനിസ്വേലയെ ആക്രമിക്കുമ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഡ്രഗ് കാർട്ടലാണ്. ആ ഡ്രഗ് കാർട്ടലിനെയാണ് അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആള് മദുരോയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മദുരോയുടെ ഗവൺമെന്റിനെ മദുരോയെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതും അയാളെ ജുഡീഷ്യറിക്ക് മുന്നിൽ കൊണ്ടുവരുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡ്രഗ് കാർട്ടലാണ്, അതായത് അമേരിക്കയിലേക്ക് വരുന്ന ഡ്രഗിന്റെ 90% വരുന്നത് വെനിസ്വേലയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഈ വെനിസ്വേലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്പിയം പോലുള്ള സാധനങ്ങളാണ്. പക്ഷേ ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫെന്റനൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഹരി വസ്തുവാണ്. അതുകൊണ്ടാണ് ഏകദേശം 90,000-ഓളം പേര് അവിടെ മരിച്ചിട്ടുള്ളത്. എന്നാല് ഈ അമേരിക്ക ഉപയോഗിക്കുന്ന ഡ്രഗിന്റെ ഏകദേശം 13% മാത്രമാണ് ഈ വെനിസ്വേല സപ്ലൈ ചെയ്യുന്നത് മോശം നല്ലതാണ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവര്, അതായത് ഈ അമേരിക്ക പറയുന്നത് പോലെ അമേരിക്കയുടെ ഒരു താല്പര്യത്തിന് പുറത്ത് മാത്രമാണ് അമേരിക്ക വെനിസ്വേലയെ ആക്രമിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം വ്യക്തമാവും, എന്തുകൊണ്ടാണ് അമേരിക്ക വെനിസ്വേലയെ ആക്രമിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് എണ്ണ നിക്ഷേപങ്ങൾ വളരെ എനർജി ക്രൈസിസിലാണ് അമേരിക്ക നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്ന സൗദി പോലും ഇപ്പോൾ അവരുടെ പെട്രോൾ ഡോളർ കരാറ് പുതുക്കാതെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ തുടർന്നുള്ള വരുന്ന കാലഘട്ടത്തിലേക്ക് എനർജി ഷോർട്ടേജ് വരാനുള്ള സാധ്യത അവർക്ക് കൂടുതലാണ്. അത് പരിഹരിക്കാനുള്ള വഴികൾ ഏതു മാർഗത്തിലൂടെയും അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവർ വെനിസ്വേലയെ തെരഞ്ഞെടുത്തത്. വെനിസ്വേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദിയിലുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണ നിക്ഷേപം ഉള്ള ഒരു രാജ്യമാണ് വെനിസ്വേല. അപ്പൊ വെനിസ്വേല പിടിച്ചെടുക്കുമ്പോൾ
എന്താണ് അത്രയും എണ്ണ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാനാണ് ഇവിടുത്തെ ആക്ടിംഗ് പ്രസിഡന്റ്, ഞാൻ ഏകദേശം 5 ദശലക്ഷം ബാരല് പെർ ഡേ ഗിൽറ്റ് ഞാൻ പൈസ ഉണ്ടാക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് എല്ലാവരും പലതരത്തിലുള്ള ഭരണകൂടങ്ങളും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരാള് തന്റെ സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ പിടിച്ചെടുക്കുകയും എന്നിട്ട് പറയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയും അതിന് നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളൊക്കെ അതിനെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെനസ്വേലയിലൊക്കെ ആൾക്കാർ റോഡിലിറങ്ങി ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ബലൂണുകൾ പറത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതും ഈ ട്രംപിന്റെ പിടിച്ചടക്കലും ഏകദേശം എല്ലാം ഒന്നിലേക്കാണ്, ഒരു നല്ലതിലേക്കാണ് പോകുന്നതെന്നാണ് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. എന്താന്ന് വെച്ചാല് ഇതിനു മുൻപ് തന്നെ, അതായത് 80കളിലൊക്കെ തന്നെ ഏകദേശം 300-400ഓളം അമേരിക്കയുടെ എണ്ണ കമ്പനികൾ ഈ വെനസ്വേലയിൽ ഉണ്ടായിരുന്നു. ആ കമ്പനികളെ എല്ലാം പുറത്താക്കി. ഷെല്ല് പോലെയുള്ള വലിയ വലിയ കമ്പനികൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പുറത്താക്കിയിട്ടാണ് ഹ്യൂഗോ ഷാവസ് അവിടെ പുതിയൊരു ഭരണം കൊണ്ടുവരികയും ആ ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് അത് സാമ്പത്തിക ഉപരോധത്തിലേക്ക് പോയി ആ രാജ്യം നശിച്ചു. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ എന്തായാലും വെനസ്വേല ഒരു നല്ല ഭാവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം നല്ല കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാം. അത് മാത്രമാണ് ഇപ്പൊ ഇവിടെ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഇറാനിലും സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നോക്കി ഒഴിവാക്കേണ്ട സാധനമില്ല. ചരിത്രം എന്താ, ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ സദാം ഹുസൈൻ, ഗദ്ദാഫി, അതിനുശേഷം ഇറാനെ ആക്രമിച്ചു, പക്ഷെ ഇറാനെ കിട്ടിയില്ല. പക്ഷെ വെനസ്വേലനെ ആക്രമിച്ചു, വെനസ്വേല പരാജയപ്പെട്ടു. ഇനിയിപ്പോ വരാൻ പോകുന്നത് ഇറാനിൽ ഒരു ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ ഗവൺമെന്റിന് ഓപ്പോസിറ്റായ റൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞു. അതെന്താന്ന് വെച്ചാല് ഈ സാമ്പത്തികവും അല്ലാതെ ട്രേഡിന്റെ ഒക്കെ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ, ഇപ്പോ നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് മരുന്നുകൾ, ഇത് നമുക്ക് എന്ത് ഉപരോധമാണെങ്കിലും അത്യാവശ്യത്തിനുള്ള ജീവരക്ഷാ മരുന്നുകൾ നമുക്ക് വേണം. ഈ മരുന്നുകളെയൊക്കെ ഇറാനിലൊക്കെ വൻതോതിൽ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടാതെ സാധാരണ ജനങ്ങൾ മരിക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന് എതിരാവും. അപ്പോൾ ആണ് ഈ അമേരിക്ക പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാം, അതിൽ കൂടി ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കാമെന്ന്. ഈ ഭരണം പിടിച്ചെടുക്കുന്നത് അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എണ്ണ ഉപയോഗിക്കുക, അവിടെയുള്ള മിനറൽസ് ഉണ്ടെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോയി അവനവന്റെ കാര്യങ്ങൾ ചെയ്യാം. ഇതിനു വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് സിമ്പിൾ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വലിയ രാഷ്ട്രീയ ചിന്തയുടെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ വെറും സിമ്പിൾ പൊളിറ്റിക്സ് ആണ്. പിന്നെ എന്റെ ചാനലിലെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.